ഇട്ടേക്കുന്ന വെള്ളം ആനയൊക്കെ ക്രോസ് ചെയ്യുന്ന വഴിയാട്ടോ. ഹേയ് ഹലോ ഹലോ ഹലോ, എന്നെ ഉണ്ട് എല്ലാവർക്കും സുഖം തന്നെയല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കുട്ടിക്കാനത്താണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ വെറുതെ ഇരുന്നപ്പോൾ ചായ കുടിക്കാൻ ഇറങ്ങിയത്. അങ്ങനെ ചായ കുടിക്കാൻ ചായക്കട തപ്പി അവസാനം കുട്ടിക്കാനത്തെത്തി. ഇപ്പം വെളുപ്പിന് 2:45 അപ്പം ഇവിടെ എത്തിയപ്പം പ്ലാൻ ചെയ്തിട്ട് ചേഞ്ച് ചെയ്തു. മേഘമല കാണാൻ വേണ്ടിയുള്ള പ്ലാനിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ പിള്ളേരെല്ലാം അവിടെ ഉണ്ട്, നമുക്ക് എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും ഇല്ലാതെ ഇറങ്ങിയ ട്രിപ്പാണ് കേട്ടോ. എല്ലാവരും ഉണ്ട്. ലീനയുണ്ട്, സാംകുട്ടിയുണ്ട്, സജിനുണ്ട്, ദേവുണ്ട്, ചിപ്പിയുണ്ട്, പിന്നെ ഞാനുണ്ട്. പറയൂ, എങ്ങനെയുണ്ട് തണുപ്പ്? കുഴപ്പമില്ല, വലിയ തണുപ്പില്ല. കാണുമ്പോ തന്നെ അറിയാം. എങ്ങനെയുണ്ട് സാംകുട്ടി തണുപ്പ്? 1 2 3 4. പിന്നെ അത്രയ്ക്ക് തണുപ്പൊന്നുമില്ല. എനിക്ക് ഭയങ്കര തണുപ്പ്. എനിക്ക് ചെറിയ തണുപ്പാണ്. എനിക്ക് വലുതായിട്ട് അതിനോട് ചോദിക്കണ്ട. 1 2 3. എടാ മെൽവിനെ, അതെന്താ സംഭവം എന്താ പറയുക, നമ്മളൊരു പ്ലാനിങ് ഇല്ലാതെ ചുമ്മാ പോകുമ്പോഴാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്. പെട്ടെന്നുള്ള പോക്കാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഇനി ഒരു 22 കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മൾ മേഘമല എത്തും. അപ്പം നമ്മൾ ഈ കാണുന്ന മല കയറണം. ഇവിടെ ഹെയർ പിൻ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. അപ്പം നമുക്ക് പതിയെ അങ്ങോട്ട് പോകാം. ഓക്കെ, പേരും ഇതൊക്കെ കൊടുക്കും. ഇവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളും എങ്ങനെയാണെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. നമ്മുടെ വണ്ടിയുടെ നമ്പറല്ലേ എഴുതണം കേട്ടോ. നമ്മുടെ വണ്ടി നമ്പറും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് എഴുതി വെക്കണം. എന്നിട്ട് വേണം ചെക്ക് പോസ്റ്റ് കിടക്കാൻ. പ്ലാസ്റ്റിക് ബോട്ടിലൊന്നും അനുവദിക്കത്തില്ല. പ്ലാസ്റ്റിക്കും കാര്യങ്ങളും ഒന്നും തന്നെ കയറ്റാൻ പറ്റത്തില്ലെന്നൊക്കെയാണ് പറഞ്ഞത്. ഇവിടുത്തെ ഏതാണ്ടൊക്കെ ഇങ്ങനെ എല്ലാവരുടെയും ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം നമ്മളെ ചെക്ക് ചെയ്യുമായിരിക്കും. അങ്ങനെ ചെക്ക് പോസ്റ്റ് നമുക്ക് തുറന്നു തന്നിട്ടുണ്ട്. നമുക്ക് പതിയെ നമുക്ക് പോവാം.
പകുതി കയറിയപ്പോൾ തന്നെ നല്ല നല്ല വ്യൂസ് കാണും കേട്ടോ. ഇവിടുത്തെ മൊത്തം കൃഷിയിടങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ എത്ര മനോഹരമായ കൃഷിയിടങ്ങളാണ് ഇത്. വ്യൂ ആണ് കേട്ടോ. അവിടെ വ്യൂ പോയിന്റ് ഉണ്ട്. അവരെല്ലാം അവിടെ നിൽപ്പുണ്ട്. നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം എങ്ങനെയുണ്ടെന്ന്. എങ്ങനെയുണ്ട് വ്യൂ? എങ്ങനെയുണ്ട്? എല്ലാരും സത്യം പറഞ്ഞൊന്ന് ഫസ്റ്റ് വിസിറ്റ് ചെയ്യണം. എൻ്റെ മോനെ ഒരു രക്ഷയില്ല. താഴെ മൊത്തം കൃഷിയിടങ്ങളാണ് കേട്ടോ. അടിപൊളി കണ്ടോ. നല്ല നല്ല നമുക്ക് താഴത്തെ കൃഷിയിടങ്ങളൊക്കെ മൊത്തം അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ഇവിടെ ഒന്ന് നോക്കിയാൽ നല്ല വ്യൂ പോയിന്റ് കേട്ടോ. ഇവിടെ നിൽക്കാൻ തന്നെ രസമുണ്ട്. അടിപൊളി മരങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. പിന്നെ ഇവിടെ വീടാണോ കാര്യങ്ങളാണോ എന്ന് എനിക്കറിയത്തില്ല. ടീ ഷോട്ടാപ്പാന്ന് തോന്നുന്നു. വഴിയിലൊക്കെ ആനപ്പിണ്ടമൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നല്ലൊരു സ്പോട്ടിലാണ് കേട്ടോ വന്നേക്കുന്നത്. ഇത് കണ്ടോ. അപ്പോൾ 5-6 ദിവസത്തെ മഴ ഉണ്ടായിരുന്നതുകൊണ്ട് ഇവിടെ നല്ല പച്ചപ്പുണ്ട്. നമുക്കിവിടെ ഒരു പാറ ഉണ്ടാകും. അതുകൊണ്ടൊന്ന് പോയി നോക്കാം. എൻ്റെ പൊന്നോ, യു സീ ദിസ്? കുട്ടേട്ടാ അവിടെ വരുന്നു. കുരങ്ങനാണോ? നമ്മള് വന്ന വഴി സൂപ്പർ, ഒന്നും പറയാനില്ല. ഞെട്ടിച്ചു കേട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി വ്യൂ. അടിപൊളി വ്യൂ. അടിപൊളി അടിപൊളി. ഒന്നുകൂടി വെച്ചേ. മിണ്ടായിരുന്നു. ആരും മിണ്ടല്ലേ. സൂപ്പർ. ഇതുണ്ടോ, ഞങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഒരു കിടിലൊരു എക്കോ പോയിന്റ് കേട്ടോ. ഒരു രക്ഷയില്ല. ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ എല്ലാവരും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. കണ്ടോ, ഇവിടെ നല്ലൊരു പറയാ. അടിപൊളി സ്ഥലം. അടിപൊളി മ്യൂസിക് അവിടെ നിന്ന് കേൾക്കാൻ നേരത്ത്. കണ്ടോ, ഒന്നും പറയാനില്ല. നല്ല മ്യൂസിക്കാണ്. ആനയൊക്കെ ക്രോസ് ചെയ്യുന്ന വഴി കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് കരുതലോടെ വേണം പോകാൻ. സിംഹവാലം കറങ്ങാം കേട്ടോ. ലൈറ്റ് ഇങ്ങോട്ട് അടിക്കുന്നതുകൊണ്ട് കാണാൻ പറ്റത്തില്ല. ഇതൊക്കെ കണ്ടോ. നമ്മളിങ്ങനെ ഇതിൻ്റെ ഉയരം കൂടുന്തോറും ഇവിടുത്തെ സൗന്ദര്യം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഓരോ ചെറിയ ചെറിയ പൈൻമരമാണെന്ന് തോന്നുന്നു. പൈൻമരം അല്ലടി? വേറെന്തോ മരമാണ്. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ കേട്ടോ.
അവിടെ അതിൻ്റെ ഏറ്റവും വലിയ തേയിലത്തോട്ടം കേട്ടോ. നമ്മൾ ആ ലേക്ക് കാണത്തില്ലേ, ആ സ്ഥലത്തോട്ട് ഏകദേശം അടുക്കാറായിട്ടുണ്ട്. ഇനി ഈ റോഡ് ഇങ്ങോട്ട് തേയിലത്തോട്ടമാണ് കേട്ടോ മൊത്തം. ഇതുകൊണ്ട് ഈ CSI പള്ളിയും പിന്നെ ഈ അമ്പലം ഇരിക്കുന്ന സ്പോട്ട് നോക്കി, എന്ത് രസമാണെന്ന് നോക്കി, ഒന്നും പറയാനില്ല. ഇതിൻ്റെ ഇടയിൽ കൂടി ചെറിയൊരു അരുവിയൊക്കെ ഒഴുകുന്നുണ്ട് കേട്ടോ. ഇത് പള്ളി ഒരു മലയുടെ താഴ്വാരത്തായിട്ട്, അതിൻ്റെ താഴെയായിട്ടൊരു അമ്പലം. ഇത് കണ്ടോ, ഇതുപോലത്തെ കുറേ ലയങ്ങളുണ്ട് കേട്ടോ ഇവിടെ. പക്ഷെ നല്ല രസമല്ലേ കാണാൻ, നല്ല പച്ചപ്പും ആ വീടുകളൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചേക്കുന്ന പോലെ. ഇവിടെ ഡാമൊക്കെ കാണുന്നുണ്ട്, ഹൈവേസ്. ഇതാണ് കേട്ടോ ലേക്ക്. നോക്കി, ആ തീരത്തോട്ടത്തിന് നടക്കുക ആ ലേക്ക് കിടക്കുന്നത് എന്ത് ബ്യൂട്ടിഫുൾ ആണ്. ഇതല്ലായിരുന്നു കേട്ടോ ലേക്ക്. ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ മാറി. ഇപ്പം നമുക്ക് ഇനി അങ്ങോട്ട് പോകാം. കാര്യം ഇതൊരു പ്രൈവറ്റ് ലേക്കാണെന്നാണ് പറയുന്നത്. 10 കിലോമീറ്റർ പോകുമ്പോൾ നല്ല സ്ഥലമാണ് നോക്കി. മുട്ടം പണി കിട്ടി. അവിടെ വെച്ച് വഴിയെ പോയത് ഒരുത്തൻ പറഞ്ഞു അതല്ല ലേക്ക്, കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ ലേക്ക് എന്ന് പറഞ്ഞു. ഒരു 10 കിലോമീറ്റർ കൂടി പോകണമെന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഓരോരുത്തരായിട്ട്. ഇവിടെ ലേക്കും കണ്ടില്ല, ജ്യോതിയും കണ്ടില്ല, ഒന്നും കണ്ടില്ല എന്ന് പറയുന്ന പോലെ അവസ്ഥയായിപ്പോയി. പിന്നെ ആണെങ്കിൽ ആകെ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് വണ്ടിക്കകത്ത്, എല്ലാവരുടെ വണ്ടിക്കകത്ത് ഫ്യൂല് കുറവാണ്. ഇവിടെ ആണെങ്കിൽ പെട്രോൾ പമ്പും അങ്ങനെയുള്ള കാര്യമില്ല. അഥവാ ആരെങ്കിലും ഇങ്ങോട്ട് വരാൻ നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഞാൻ ആ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നുണ്ട്, ഹെയർ പിൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അവിടുന്ന് എവിടെയെങ്കിലും പെട്രോൾ പമ്പ് ഉണ്ടെങ്കിൽ ഫുൾ ടാങ്ക് അടിച്ചിട്ടേ വരാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇഷ്ടം പോലെ കാണാൻ നല്ല സ്ഥലങ്ങളുണ്ട്, അതൊക്കെ കാണാൻ പറ്റും. എന്തായാലും നമുക്ക് നൈസായിട്ട് ഇവിടുന്ന് തിരിച്ചു പോകാം. ഫ്യൂലിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് അറിയത്തില്ല, തിരിച്ചെത്തുമോ ഇല്ലയോ എന്നറിയത്തില്ല. എന്താണെന്ന് നമുക്ക് കണ്ടറിയാം ഇനി.
ഇത് ലേക്കല്ല ശരിക്കും പറഞ്ഞാൽ. നമുക്ക് ഒരു അബദ്ധം പറ്റി. ഇവിടെ 5 ഡാമുണ്ട്. ആ ഡാമെല്ലാം കൂടി കെട്ടിയിട്ടേക്കുന്ന വെള്ളമാണ്. ഇവിടെ അങ്ങനെ ലേക്കേ ഇല്ല. നമ്മൾ ലേക്കിനോട് ഏറ്റവും അടുത്താണ് വന്നിരിക്കുന്നത്. എന്താ ഗപ്പിയോ? ഇതിനകത്ത് കുറെ സാരിവാലം ഗപ്പി ഉണ്ടെന്നൊക്കെയാ പറയുന്നത്. കണ്ടാണോ? നല്ല രസമുണ്ട്. അടിപൊളി. ഗപ്പി കുഞ്ഞാണോ അത്? അത് കണ്ടോ? എന്ത് കാണാ? ആ ഓക്കെ ഓക്കെ. എന്ത് ചെയ്യത്? ഇടയില ആഹാ. കണ്ടോ? ഇപ്പൊ ശരിക്കും ഇത് ഗപ്പി കുഞ്ഞാണോ? ഓ, ഞാൻ കണ്ടായിരുന്നു, കൊറേ കണ്ടായിരുന്നു. സാരിവാലിനും വളർത്തുന്നതായിരിക്കും. പിള്ളേരെല്ലാം പിടിച്ചിട്ടേ ഞങ്ങളെല്ലാം കൊണ്ടിട്ടായിരിക്കും. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഇന്നത്തെ മേഘമല ട്രാവലിംഗ് വീഡിയോ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്